വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മലാക്കി പുസ്തകത്തിന്റെ ആദ്യ അധ്യായം ദൈവത്തിന്റെ സ്നേഹവും ജനങ്ങളുടെ അനുസരണക്കേടും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ തുറന്നു കാണിക്കുന്നു. യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തു, ഏശാവിനെ നിരസിച്ചു. ഇതിലൂടെ ദൈവത്തിന്റെ നിയമത്തിൽ വിശ്വസ്തത തെളിയിക്കുന്നു. ദൈവം യഥാർത്ഥ ഭക്തിയും ബഹുമാനവും ആവശ്യപ്പെടുന്നു. അനാസ്ഥയും അശുദ്ധമായ ആരാധനയും ദൈവത്തിന് വെറുപ്പാണ്. രണ്ടാം അധ്യായം പുരോഹിതന്മാരുടെ ഉത്തരവാദിത്വവും ജനങ്ങളുടെ വിശ്വാസവും സംബന്ധിച്ച ദൈവത്തിന്റെ സന്ദേശമാണ്. പുരോഹിതന്മാർ ദൈവത്തിന്റെ നിയമം പഠിപ്പിക്കേണ്ടവരാണ്. എന്നാൽ അവർ വഴിതെറ്റിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ജനങ്ങൾ വിവാഹബന്ധത്തിൽ വിശ്വാസദ്രോഹം കാണിച്ച് അന്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ദൈവം വിശ്വാസതയും വിശുദ്ധിയും ആവശ്യപ്പെടുന്നു. അന്യായം ചെയ്യുന്നവരെ ദൈവം ശിക്ഷിക്കും, വിശ്വസ്തരെ അനുഗ്രഹിക്കും. മൂന്നാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദൂതൻ വരും, എന്റെ ദൂതനെ ഞാൻ അയക്കുമെന്ന് ദൈവം പ്രഖ്യാപിക്കുന്നു. അവൻ ദൈവത്തിന്റെ വഴിയെ ഒരുക്കും, ദൈവത്തിന്റെ ജനങ്ങളെ ശുദ്ധീകരിക്കും. പുരോഹിതന്മാരെ വെള്ളി ശുദ്ധീകരിക്കുന്നവനെ പോലെ ശുദ്ധമാക്കും. ജനങ്ങൾ ദശാംശം കൊണ്ടുവരണം. അങ്ങനെ ചെയ്താൽ ദൈവം ആകാശത്തിന്റെ ജനാലകൾ തുറന്ന് അനുഗ്രഹമൊഴുക്കും. ദുഷ്ടർക്ക് വിധിയും വിശ്വസ്തർക്ക് രക്ഷയും വരും. ദൈവത്തെ ഭയപ്പെടുന്നവരുടെ പേരുകൾ സ്മരണാ പുസ്തകത്തിൽ എഴുതപ്പെടും. മലാക്കി പുസ്തകത്തിന്റെ അവസാന അധ്യായം യഹോവയുടെ ദിവസം സംബന്ധിച്ച പ്രവചനമാണ്. യഹോവയുടെ ദിവസം വരുമ്പോൾ ദുഷ്ടർ തീയിൽ കത്തുന്ന പുല്ലുപോലെ നശിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് നീതിയുടെ സൂര്യൻ ഉദിക്കും. യഹോവയുടെ ദിനം വരുന്നതിന് മുമ്പ് ഏലിയാവിനെ അയക്കും. അവൻ പിതാക്കളുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കളിലേക്കും തിരിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും. ആ ദിനം അതുവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. എന്നാൽ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. മലാക്കി 4-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. മലാക്കി പ്രവാചകന്റെ പുസ്തകവും പഴയ നിയമ പുസ്തകങ്ങളും ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.